ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 12,690, 58 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 43,357, 236 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത് 28,278 ആൻഡ് 566 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 12,749 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 12,702. സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ഇന്ന്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 12,741 ആൻഡ് ഡേ ലോ വാസ് 12,624. ഇന്ന് ക്ലോസ് ചെയ്ത് 12,690ക്ക് ഓൺലി 58 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ആൻഡ് ഫ്രണ്ട്സ്, ഇന്ന് ഇൻഡെക്സിൽ ഫോം ചെയ്തിട്ടുള്ളൊരു സ്മോൾ ബോഡിഡ് ബെയറിഷ് ക്യാൻഡിലാണ് വിച്ച് റീസംബിൾസ് ഡോജി ഓർ ഇൻസൈഡ് ബാർ പാറ്റേൺ ഓൺ ദ ഡെയിലി ചാർട്ട്. ഇന്നലെയൊക്കെ ഡെയിലി ചാർട്ടിൽ ഹാങ്ങിങ് മാൻ പാറ്റേൺ ആയിരുന്നു. ആൻഡ് അതിൻ്റെയൊക്കെ ഡിഫറൻസ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലും ഇന്നത്തെ മാർക്കറ്റിലും കാണാൻ കഴിഞ്ഞു. ആൻഡ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളൊരു ഡോജിയാണ്. ആൻഡ് ഇന്ന് മാർക്കറ്റ് ഡൗൺ ആവാനുള്ള മെയിൻ കാരണം ഓഫ് കോഴ്സ് ഗ്ലോബൽ ക്യൂസും അതുപോലെ എന്താ പറയുക ഗ്ലോബൽ സെൻറ്റിമെൻറ്റും എല്ലാം ഒരു നെഗറ്റീവ് മോഡ് തന്നെയായിരുന്നു ത്രൂ ഔട്ട് ദ ഡേ. ഡിസ്പൈറ്റ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ്റെ അനൗൺസിങ്ങിന് ശേഷവും മാർക്കറ്റ് വിചാരിച്ച പോലെ മുകളിലേക്ക് ഉയർന്നില്ല. ഫ്രണ്ട്സ്, ഒരു ലോങ് പൊസിഷന് പോകാണ്ടിരിക്കുകയായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് നാളത്തെ ഒരു ടെക്നിക്കൽ വ്യൂ അനുസരിച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ കാണിക്കുന്നത് ഇന്നലത്തെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വിച്ച് ഈസ് 12,770. അതൊരു ഹാർഡ് ഹഡലായിട്ട് സ്റ്റിൽ റിമൈൻസ്. ആൻഡ് സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 12,540. ഇഫ് ഇറ്റ് ബ്രീച്ച് ദാറ്റ് ലെവൽ 540, അതായത് 12,540 ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 12,000 വരെയുള്ളൊരു കറക്ഷനുള്ള സാധ്യത കാണുന്നുണ്ട്. നെക്സ്റ്റ് 2 to 3 ട്രേഡിംഗ് സെഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നാളെ തന്നെ അത് സംഭവിക്കണമെന്നില്ല. ആൻഡ് മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിട്ട് റിമൈൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഒരു കൺസോളിഡേഷൻ മോഡ്. അറ്റ് സെയിം ടൈം റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 12,770 ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് ഈസ് 12,840. ഫ്രണ്ട്സ്, ഇന്ത്യ വിക്സ് ഇന്ന് ഡൗൺ ബൈ 6.4% ആണ്. ആൻഡ് 22 ലെവലിൽ നിന്ന് 20 ലെവൽ വരെ എത്തിയിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ് സൈൻ. ആൻഡ് ഓപ്ഷൻ ഡാറ്റ ചെക്ക് ചെയ്യുമ്പം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത് 13,000ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500. ആൻഡ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 12,000ലും ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 11,000ലും. അതേസമയം പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള 12,500ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 12,000ലും. കോളിൻ്റെ റേറ്റിംഗ് 13,500ലും ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,000ലും. ഓപ്ഷൻ ഡാറ്റയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് പ്രകാരം നിഫ്റ്റിയിലെ ഒരു ട്രേഡിംഗ് റേഞ്ച് വരുന്നത് 12,400 to 13,000 ലെവലാണ്. ഫ്രണ്ട്സ്, ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വി ആർ അറ്റ് എക്സ്ട്രീം ഓവർബോട്ട് സോണിലാണെന്ന്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു എക്സ്റ്റെൻഡഡ് മാർക്കറ്റാണിത്. ഒരു എക്സ്റ്റെൻഷൻ ഓൾമോസ്റ്റ് എക്സ്റ്റെൻഡ് ആയി മാക്സിമം ആയിട്ടുണ്ട് മാർക്കറ്റിൻ്റെ. ഓക്കെ, അൺലെസ് നല്ലൊരു സർജ് അടുത്തത് നല്ല ന്യൂസുമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നവരെ വി ആർ അറ്റ് എക്സ്ട്രീം ഓവർബോട്ട് സോൺ. സോ മാർക്കറ്റിനൊരു ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് കിട്ടിയാൽ പോലും അത് യു ടേൺ അടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സോ കോൺഷ്യസ് ആയിട്ടിരിക്കുക, ദാറ്റ്സ് ഓൾ. So friends, that's it for Nifty. Next is Bank Nifty. Bank Nifty previous closing was 28,845. ഇന്നത്തെ ഓപ്പണിംഗ് വന്നത് 28,633. ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ഇന്നത്തെ ഓപ്പണിംഗ്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് 28,672. ഓക്കെ, ഇതൊരു ഹൈ എന്ന് പറയാൻ പറ്റില്ല. എനിവേ, ഡേ ലോ വാസ് 28,066 ആൻഡ് ക്ലോസ്ഡ് അറ്റ് 28,278, വിച്ച് ഓൾമോസ്റ്റ് 566 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ കാണിക്കുന്നത് 28,000 തന്നെയാണ്. ആൻഡ് സെക്കൻഡ് ഈസ് 27,700. അതേസമയം റെസിസ്റ്റൻസ് 28,600 ആൻഡ് 28,940. ദാറ്റ്സ് ഓൾ ഫോർ ബാങ്ക് നിഫ്റ്റി. FIS FISൻ്റെ ബൈ വാല്യൂ വന്നിട്ടുള്ളത് 10,143, സെൽ വാല്യൂസ് 8,628, നെറ്റ് വാല്യൂസ് 1,514. അതായത് 1,514 ബൈങ്ങാണ് ഇന്ന് FIS നടത്തിയിട്ടുള്ളത്. ഇന്നലത്തെക്കാട്ടും വളരെ കുറവാണത്. diisൻ്റെ ഡാറ്റ നോക്കുമ്പോൾ diisൻ്റെ ബൈ വാല്യൂസ് 3,810, സെൽ വാല്യൂസ് 6,049
ആൻഡ് എല്ലാം കൂടി 2239 ഒരു സെൽ ഓഫ് ഇന്ന് diis നടത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്ക്. ഫസ്റ്റ് വൺ ഈസ് പിഡിലൈറ്റ്, അടുത്തത് ടാറ്റ കൺസ്യൂമർ, ജെ.കെ. ലക്ഷ്മി സിമൻറ്റ്, അംബുജ സിമൻറ്റ് ആൻഡ് ഗ്ലെൻമാർക്ക് ആൻഡ് യുണൈറ്റഡ് ബ്രൂവറീസ്. ഞാൻ ടാർഗറ്റോ അല്ലെങ്കിൽ ട്രിഗർ പോയിൻറ്റ്സോ സ്റ്റോപ്പ് ലോസോ തരുന്നില്ല, ബിക്കോസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗ്യാപ്പ് ഡൗൺ തന്നെയായിരിക്കുള്ളൂ. സോ ദർ ഈസ് നോ പോയിൻറ്റ് ഞാൻ ഒരു ടാർഗറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ട്രിഗർ തരുന്നതിൽ ഒരു അർത്ഥമില്ല. സോ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ട്രേഡ് എടുക്കുക, ക്ലോസ്ലി വാച്ച് ചെയ്യുക. നാളെ 1-2 കമ്പനികളുടെ മെയിൻ കമ്പനീസിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് Tata Steel, second is ONGC, third is HAL, which is Hindustan Aeronautics Limited, many more. നിങ്ങൾക്ക് ഇത് പോയി ചെക്ക് ചെയ്തെന്നെ കാണാൻ കഴിയുന്നതാണ് NSEയുടെ വെബ്സൈറ്റ്. ഇന്നത്തെ ഫൈനാൻസ് മിനിസ്റ്ററുടെ സ്റ്റിമുലസ് പാക്കേജ് അനൗൺസ്മെൻറ്റിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് നല്ലൊരു ബൂസ്റ്റ് അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. സോ കീപ്പ് ഓൺ ഐ ദോസ് സെക്ടേഴ്സ് ആൻഡ് സ്റ്റോക്സ്. ഫ്രണ്ട്സ്, വേറൊരു മെയിൻ ന്യൂസ് വന്നിട്ടുള്ളത് നമ്മളുടെ ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന കമ്പനി 3ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് സോ ഫാർമ സെക്ടറും ഒന്ന് കണ്ണു വയ്ക്കാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ഗൈസ്. ആൻഡ് ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂസാണ്. ഐ ഹാവ് ഓൾ റൈറ്റ്സ് ടു ഗെറ്റ് എന്താ പറയുക റോങ്. സോ പ്ലീസ് ഡോണ്ട് ഫോളോ മീ ബ്ലൈൻഡ്ലി. ഓക്കെ, പ്ലീസ് കൺസൾട്ട് യുവർ ഫിനാൻഷ്യൽ അഡ്വൈസർ ബിഫോർ യു എൻ്റർ ദ മാർക്കറ്റ് ഓർ ട്രേഡ്. ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ല കേട്ടോ. ആരും ഇതൊന്നും ചെയ്യണില്ല. പ്ലീസ്, നിങ്ങൾ മറന്നു പോകാമെന്നറിയാം. പ്ലീസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ. ടിൻഡിങ്. ഹാപ്പി ട്രേഡിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.